മടിയൻകൂലവും നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദ സദസ്സും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരയും സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി മതസൗഹാർദ്ദ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 17 മുതൽ 23 വരെ നടന്നുവരുന്ന മടിയൻകൂലവും നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദ സദസ്സും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരയും സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി മതസൗഹാർദ്ദ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ആത്മീയ ജീവിതത്തിന്റെ ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് മടിയൻകൂലം ക്ഷേത്രം. വടക്കേ മലബാറിൽ തലയെടുപ്പോടുകൂടി മുസ്ലിം സമുദായത്തിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്ഷേത്രം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ബ്രാഹ്മണനും അബ്രാഹ്മണനും ഒന്നിച്ച് പൂജ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്ഷേത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് പരിചയമുള്ള ആളുകളുണ്ട്. അവർക്ക് മുന്നിൽ ഞാനിങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എങ്കിലും അറിവ് വെച്ച് ഇല്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അവർ തിരുത്തും. രാവിലെയും വൈകിട്ടും മണിയാണി അല്ലെങ്കിൽ യാദവ സമുദായത്തിലെ ആളുകൾ പൂജ ചെയ്യുകയും ഉച്ചക്ക് ബ്രാഹ്മണൻ വന്ന് പൂജ ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ മടിയൻകൂലം ക്ഷേത്രം. ഇതിന്റെ പെരുമ നമ്മളൊക്കെ പറയാറുള്ളത് പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പൊതുവെ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെ ഞാൻ ജയദേവനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം കർണാടകത്തിൽ നിന്നൊക്കെ ബസ് പിടിച്ചിട്ടാണ് ആളുകൾ നമ്മുടെ ഈ ക്ഷേത്രത്തെ കാണാനും അറിയാനും അതുപോലെ തന്നെ കല്യാണ ചടങ്ങുകൾക്കായാലും ഒക്കെ ഈ ക്ഷേത്രം മുറ്റത്തെത്തുകയും ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തുകയും ചെയ്യുന്നത്. നവീകരണ കമ്മിറ്റി വൈസ് ചെയർമാൻ വി കമാരൻ അധ്യക്ഷത വഹിച്ചു. വി രവീന്ദ്രൻ മാസ്റ്റർ, കബീർ ഫൈസി ചെറുകാട് എന്നിവർ പ്രഭാഷണം നടത്തി. എപ്പോൾ ഞാനിവിടെ വരുമ്പോഴും അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി വരാറുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞു. നിങ്ങളൊക്കെ ദുഃഖിതരാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലും അതുപോലെ ഈ വിനീതനുമായി പ്രത്യേകിച്ചൊരു ബന്ധമായിരുന്നു കടത്തമ്പോഴുണ്ടായിരുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെ ഓരോ ആളുകൾ നമ്മുടെ തലമുറകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോഴേ പുതിയ തലമുറക്ക് നമ്മൾ മനുഷ്യരാണ് എന്നൊരു വലിയ സന്ദേശം നൽകാൻ പ്രിയപ്പെട്ട ഇവരെ പോലെയുള്ള പ്രഭാഷകന്മാർ അത് കാലത്തിന്റെ ആവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് അകട സ്വരൂപത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയപ്പോൾ അതിൽ മടിയൻകൂലത്തിൽ ക്ഷേത്രപാലീശ്വരനെ പറ്റി എഴുതാൻ ഒരവസരമുണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്രപാലീശ്വരന്റെ മുറ്റത്ത് വന്ന് ഇങ്ങനെ ഒന്ന് സംസാരിക്കാനുള്ള അവസരം ഈശ്വരനും എനിക്ക് അനുവദിച്ചു തന്നു. വളരെ സന്തോഷം. ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷയാത് പ്രായതേ ഇത് ക്ഷേത്ര, നാശത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന കേന്ദ്രമാണ് ക്ഷേത്രം. എം പൊക്ലൻ, പി വി സുരേഷ്, എ ദാമോദരൻ, പി പ്രദീപ് കുമാർ, മുബാറക് ഹസേനാർ ഹാജി, തെരുവത്ത് മൂസ ഹാജി, ലക്ഷ്മി തമ്പാൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ വി എം ജയദേവൻ സ്വാഗതവും തോക്കാനം ഗോപാലൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് 200-ലധികം വനിതകളെയും കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.